ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ ജയോ കുഞ്ച വിഹാരി. ജയ രാധ മാധവ ജയോ കുഞ്ച ജയ ഗോപി ജനവല്ലഭ ഗിരിവരധാരി. ജയോ ഗിരിവരധാരി. യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന. ജയോ യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന. ജയോ യമുനാതീരവനചാരി. ജയോ കുഞ്ചവിഹാരി. ജയോ യമുനാതീരവനചാരി. ജയോ കുഞ്ചവിഹാരി. ജയ രാധ മാധവ ജയോ കുഞ്ച വിഹാരി. ജയ രാധ മാധവ ജയോ കുഞ്ച വിഹാരി. ജയ ഗോപി ജനവല്ലഭ ജയോ ഗിരിവരധാരി. ജയോ ഗിരിവരധാരി. ജയോ യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന. ജയോ യശോദാനന്ദന ജയോ വ്രജജനരഞ്ജന. ജയോ യമുനാതീരവനചാരി. ജയോ കുഞ്ചവിഹാരി. കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി രാമ 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 ഹരി ഹരി. ഹരി കൃഷ്ണ 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 ഹരി ഹരി. ഹരേ രാമ 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 ഹരി ഹരി. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതഃ സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितं
नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयप्रदास्वामिनिति नामिने नमाचार्यपादाय निताकृपप्रदायिने गौरकदादामदाय नगरग्रामतारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशधारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिसिद्धान्तसरस्वतीति नामिने श्रीवासवारवी देवी देदाय कृपाब्दे कृष्णसम्बन्धविज्ञानादायिने प्रभवे नमः माधुर्योज्ज्वलप्रेमाढ्य श्रीरूपानुगभक्तिद श्रीगौरकरुणाशक्तिविग्रहाय नमोऽस्तुते नमस्ते गौरवाणि श्रीमूर्ते दीनतारिणे रूपानुगविरतवसिद्धान्तद्वन्द्वहारिणे नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्बोधे पादाम्बुजायते नमः नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगभरायते गौराविर्भावभूमेस्तं निर्दिष्टसज्जनप्रियः वैष्णवसर्वभौमा श्रीजगन्नाथाय ते नमः श्रीजगन्नाथाय ते नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्य नामिने गौरकृष्णे नमः पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम् हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्ता नमोऽस्तुते जयतां सुरतोपङ्गोर्मम मन्दमतेर्गतिमत्सर्वस्वपादाम्बोजो राधामदनमोहनो दिव्यवृन्दारण्यकल्पद्रुमदा श्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवो कृष्णारभिसेव्यमानो स्मरामि श्रीमन्दासरसारम्भी वंशीवरत्तटस्थितः कर्षन्वेणुस्वने गोपे गोपीनाथश्रीस्तिना तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृन्द हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं वीरतारिणं परमानन्दमाधवं श्रीचैतन्येशं हरे कृष्ण ശ്രീമദ് ഭാഗവത്തിലെ മൂന്നാമത്തെ സ്കന്ധം 12ാമത്തെ അധ്യായം സനത് കുമാര ഋഷികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബ്രഹ്മദേവൻ സനത് കുമാര ഋഷികളെ സൃഷ്ടിച്ചു. അവരോട് പറഞ്ഞു, സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടാൻ പറഞ്ഞു. താൻ ഭവാഷേ സുഭൂപുത്രാൻ പ്രജാസൃജത പുത്രക തന്നൈച്ഛാൻ മോക്ഷധർമാണോ തത് ന ഐച്ഛാൻ. അവർക്കതിൽ ഇച്ഛയില്ല സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടാൻ. അവർക്ക് എന്തിനാ താല്പര്യം? മോക്ഷധർമാണോ, മുക്തിയിലാണ് താല്പര്യം. എന്തുകൊണ്ട്? വാസുദേവ പരായണ. അന്നേരം മോക്ഷം എന്ന് പറയുന്നത് ഒരു സായുജ്യ മോക്ഷമല്ല അവർ ഉദ്ദേശിക്കുന്നത്. വാസുദേവൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തുക എന്നതാണ്. ആരാണ് വാസുദേവൻ? സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അന്നേരം ഭഗവാന്റെ ലോകത്തേക്ക് തിരിച്ചെത്തുക എന്നതാണ് ആരുടെ ലക്ഷ്യം? 4 കുമാരന്മാരുടെ. അതുകൊണ്ട് സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമില്ല. അന്നേരം ഇത് കഴിഞ്ഞ 2-3
സത്സംഗത്തിലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇത് താൽക്കാലിക ലോകം, താൽക്കാലിക ശരീരം, താൽക്കാലിക ജീവിതം. നമ്മൾ ഞാൻ എൻ്റേത് എന്ന് കരുതുന്നതെല്ലാം ഇവിടെ ഉപേക്ഷിക്കേണ്ടതാണ്. കുറച്ചു കാലത്തേക്ക് മാത്രം നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പം ഞാൻ നിങ്ങൾക്കിതെല്ലാം ഉപദേശിച്ച് നൽകുന്നു, പക്ഷെ ഞാനും എൻ്റെ ശരീരത്തിനോട് ആസക്തനായിട്ടിരുന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, എൻ്റെ സുഖഭോഗങ്ങളാണ്, ഞാൻ ഉള്ളിൽ നിന്നും അതിനെക്കുറിച്ചുള്ള പ്ലാനുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല. അതുകൊണ്ട് നമ്മൾ സന്യാസധർമ്മം സ്വീകരിച്ചാലും നമ്മുടെ ലക്ഷ്യം വളരെ ക്ലിയർ ആയിരിക്കും. ഇനി ഗൃഹസ്ഥ ജീവിതത്തിലായതുകൊണ്ട് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല എന്നുമല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പരമാർത്ഥത്തെ ഗ്രഹിക്കുക. എന്താണ് ആ പരമാർത്ഥം? പരമാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇന്നലെയും നമ്മുടെ സത്സംഗത്തിലുള്ള നമ്മുടെ ഒരു കുട്ടിയായിട്ട് ചർച്ച ചെയ്യുമായിരുന്നു. നമ്മുടെ ശിഷ്യനാണ്, നമ്മുടെ ആശ്രമത്തിൽ സേവനം ചെയ്യുന്നുണ്ട്. അന്നേരം പയ്യൻ പറയുകയായിരുന്നു, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു ശ്ലോകം അവർ തമ്മിൽ എന്തോ സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 12ാമത്തെ സ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ശ്ലോകം എത്തി. അന്നേരം പൊതുവെ പല സപ്താഹത്തെക്കുറിച്ച് ഭാഗവത സപ്താഹം എടുക്കുന്ന വ്യക്തികൾ അവർ ഈ ഒരു ശ്ലോകത്തെ ഉദ്ധരിച്ചിട്ട് അവർ പറയുന്നത്, ഈ വലിയ വലിയ രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള പറഞ്ഞ കാര്യങ്ങൾ ഇതൊന്നും സത്യമല്ല, ഇതെല്ലാം ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഞാൻ കെട്ടിച്ചമച്ചതാണ് എന്നാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അന്നത്തേക്ക് കുട്ടിക്ക് മനസ്സിലായി, അങ്ങനെയല്ല. അന്നേരം അവിടെ കലിയുഗത്തിലെ പല രാജാക്കന്മാരെ കുറിച്ചാണ് ആ ഒരു അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ അധ്യായം, 2ാമത്തെ അധ്യായം, പിന്നെ 3ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് ഭൂമിദേവി പറയുകയാണ്, ഈ ലോകത്തിൽ എത്രയോ വലിയ രാജാക്കന്മാർ വന്നിരിക്കുന്നു, അവരെല്ലാവരും ഈ ലോകത്തെ കീഴടക്കാൻ ശ്രമിച്ചു, പക്ഷെ അവരെല്ലാം ഈ മണ്ണിൻ്റെ അടിയിലായിട്ടുണ്ട്. അതുകൊണ്ട് എത്ര വലിയ പരാക്രമിയായിട്ടും വലിയ കാര്യമില്ല എന്നാണ് ഭൂമിഗീതത്തിൽ പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ തുടർന്ന് 14ാമത്തെ ശ്ലോകത്തിൽ, 12ാമത്തെ സ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ശ്ലോകത്തിൽ ശുകദേവ് ഗോസ്വാമി പറയുന്നു, ഞാൻ ഇതുവരെ പറഞ്ഞ ആ രാജാക്കന്മാർ, അതായത് ഈ കലിയുഗത്തിലെ ഇനി മുന്നോട്ട് ഭരിക്കാൻ പോകുന്ന രാജാക്കന്മാർ, അവരൊക്കെ എങ്ങനെയായിരിക്കും? ഇവരൊക്കെ വലിയ വലിയ പരാക്രമികളായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഞാൻ ഇത് കൂടാതെ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ള രാജാക്കന്മാരും അവരൊക്കെ വലിയ പരാക്രമികളും വലിയ ശക്തി, ഹിരണ്യകശിപു അങ്ങനെയുള്ള രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട, ആ പട്ടികയിൽ ഒരിക്കലും ഭഗവാന്റെ പേര് പറഞ്ഞിട്ടില്ല. അത് പിന്നെ എങ്ങനെയാണ് കെട്ടുകഥയാകുന്നത്? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കമൻസിലിടാം. അന്നേരം ശുകദേവ് ഗോസ്വാമി പറയുന്നു, അവിടെ കെട്ടുകഥയാണെന്നല്ല പറയുന്നത്, ഈ പറഞ്ഞതെല്ലാം ചരിതമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നാഥു പരമാർത്ഥം എന്ന് പറയുമ്പോൾ ഇവരുടെ ശക്തികൾ, ഇവരുടെ വിഭൂതികളെ കുറിച്ച് ഞാൻ പറഞ്ഞതൊന്നും ഇവരെ പോലെ ആകാൻ വേണ്ടിയല്ല. ഇതല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇതിനപ്പുറത്തായിട്ട് മോക്ഷപ്രാപ്തി, ജ്ഞാനവും വിരക്തിയും ആർജിച്ചുകൊണ്ട്, വിജ്ഞാനം വിരക്തി. അന്നേരം നമ്മൾ അറിവ് ലഭിക്കുക, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിവുണ്ടായിരിക്കുക. എന്താണ് മായ, എന്താണ് കൃഷ്ണ, അതിനെയാണ് തിരിച്ചറിവെന്ന് പറയുന്നത്. എന്നിട്ട് ആ തിരിച്ചറിവ് മാത്രം പോരാ, അത് മനസ്സിലാക്കി മായയിൽ നിന്ന് അകന്നു നിൽക്കുക, അതിനെയാണ് വിരക്തി എന്ന് പറയുന്നത്. അന്നേരം അറിവെന്ന് പറഞ്ഞാൽ ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ്, മായയെക്കുറിച്ചുള്ള അറിവ്. തിരിച്ചറിവെന്ന് പറയുമ്പോൾ ഓരോ സാഹചര്യം വരുമ്പോൾ നമ്മൾ മായയെ സ്വീകരിക്കുന്നു, കൃഷ്ണനെ സ്വീകരിക്കുന്നു. സത്സംഗമൊക്കെ കേട്ടിരിക്കാം, എനിക്കും വലിയ രീതിയിലൊക്കെ എന്തൊക്കെയോ പറയാൻ പറ്റും.
പക്ഷെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇത് ആചരിക്കേണ്ടതായിട്ടുണ്ട്. കൃഷ്ണൻ ആരാണ്, മായ ആരാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക. അതിനെയാണ് അറിവ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് തിരിച്ചറിവാവുന്നത് എങ്ങനെയാണ്? ഈ അറിവ് മായ എന്താണ്, കൃഷ്ണൻ എന്താണെന്ന് മനസ്സിലാക്കും. ഇത് തിരിച്ചറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യം വരുമ്പോഴും ഇതേപോലെ മനസ്സിലാക്കും. നമ്മൾ ഭാഗവതം ഭഗവത്ഗീതയൊക്കെ കേൾക്കുമ്പോൾ അത് തിയറിറ്റിക്കൽ നോളജാണ്. പക്ഷേ അത് സാക്ഷാത്കരിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിൽ അതിനെ ആചരിക്കുമ്പോഴാണ്. ഈ അറിവുകളെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സാഹചര്യത്തിലും ഓരോ സന്ദർഭങ്ങളിലും ഇത് കൃഷ്ണനാണ്, ഇത് മായയാണ്. മായയും കൃഷ്ണൻ്റെ തന്നെ ശക്തിയാണ്. പക്ഷെ എന്നാലും മായ നമ്മളെ കൃഷ്ണനിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കും. അന്നേരം കൃഷ്ണനുമായിട്ട് അടുക്കണമെങ്കിൽ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുകയും കൃഷ്ണൻ്റെ സേവനം ചെയ്യുകയും ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ മായാദേവിയുടെ ഉപകരണങ്ങളെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ, മായാദേവിയുടെ ആസ്വാദന പ്രലോഭനങ്ങളിൽ വീണ് പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കൃഷ്ണൻ്റെ അടുത്ത് എത്താൻ കഴിയില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഭഗവാന്റെ ലോകത്ത് ഇരുന്ന വ്യക്തികളാണ്. നമുക്ക് ഭഗവാനിൽ നിന്നും അകന്നൊരു ആസ്വാദനം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. അന്നേരം ആ ഒരു പ്രവണത മാറാതെ നമുക്ക് തിരിച്ചെത്താൻ കഴിയില്ല. ഇപ്പോൾ അവിടെ ചെന്നിട്ടും നമുക്ക് ഭഗവാനിൽ നിന്നും അകന്നൊരു ആസ്വാദനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അന്നേരം പിന്നെ അവിടെ നിൽക്കുന്നതിൽ എന്താണ് അർത്ഥം? അന്നേരം ആ ഒരു പ്രവണതയെ മാറ്റാൻ വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ ഒരു അവസരം നൽകിയിരിക്കുന്നത്. ഇവിടെ ആസ്വദിക്കാനുള്ള അവസരമുണ്ട്, ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള അവസരമുണ്ട്. ഭഗവാൻ എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്? വിഗ്രഹ രൂപത്തിൽ വരുന്നു, തിരുനാമത്തിൻ്റെ രൂപത്തിൽ വരുന്നു. ഈ തിരുനാമ രൂപത്തിലൂടെയാണ് ഭഗവാൻ കൂടുതൽ നമുക്ക് ഭഗവാനുമായിട്ടൊരു കണക്ഷൻ കിട്ടാൻ പറ്റുന്ന തിരുനാമത്തിലൂടെ. തിരുനാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ വിഗ്രഹസേവ ചെയ്യുമ്പോഴേ അത് പരിപൂർണതയിലേക്ക് എത്തും. അല്ലാതെ നമ്മൾ വിഗ്രഹസേവ ചെയ്യുമ്പോൾ അപരാധങ്ങൾ ചെയ്യും. ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഭഗവാനെ ഒരു ബിംബമായിട്ട് മാത്രം കാണും. അന്നേരം ഭഗവാന്റെ തിരുനാമ ജപത്തിലൂടെ നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റും. ഗ്രന്ഥം ശ്രീമദ് ഭാഗവത്തിലൂടെ, ഭക്തരിലൂടെയും ഭഗവാന്റെ വിഗ്രഹസേവയിലൂടെ. അന്നേരം ഈ ഒരു രീതിയിൽ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കി ഭഗവാന്റെ അടുത്ത് എത്താൻ നമ്മൾ വളരെയധികം സീരിയസ് ആണ്. ചിക്കൻ പോക്സ് വരുന്നത് ദേവി കോപമാണോ സ്വാമി? അത് നമുക്ക് പറയാൻ കഴിയില്ല. ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് കാണുന്നില്ല. പക്ഷെ പൊതുവേ നമുക്കൊരു രോഗം വരുന്നത് നമ്മുടേതായിട്ടുള്ള കർമ്മ ദുരിതങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളാണ് പല രീതിയിലും രോഗാവസ്ഥയിലേക്ക് എത്തുന്നത്. ഓക്കെ, അന്നേരം നമ്മൾ ഭഗവാന്റെ തിരുനാമമൊക്കെ ജപിച്ച് ഇതിൽ നിന്നും ഈ ഭൗതിക ആസ്വാദന വിഷയത്തിൽ നിന്നും, അതിൻ്റെ അർത്ഥം ഭൗതിക ആസ്വാദന വിഷയം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തെ ഉപേക്ഷിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം വിവാഹ ജീവിതത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ, ഇപ്പം ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ കാര്യം നോക്കണം, ഭർത്താവ് ഭാര്യയുടെ കാര്യം നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം, ഇതൊക്കെ ചെയ്യണം. പക്ഷേ അതിനോടൊപ്പം പരമോന്നതമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് പരമാർത്ഥം? എന്താണ്? ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഭാഗം ചർച്ച ചെയ്തില്ല, അതിലേപോലെ നമ്മൾ ഒരു ദിവസം ഈ ലോകം വിടേണ്ടതായിട്ടുണ്ട്. വലിയ വലിയ ചക്രവർത്തിമാർ പോലും ഈ മണ്ണിൻ്റെ അടിയിലായിട്ടുണ്ട്. നമ്മളെന്നാരാണ്? നമ്മൾ പോലും ഇവിടെ എന്നെന്നും നിലനിൽക്കത്തില്ല. നമ്മൾ നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതും ഒന്നും നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും കാണത്തില്ല എന്നൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും. അതിനെയാണ് അറിവ്, അതിനെ പ്രാവർത്തികമാക്കുന്നതിന് തിരിച്ചറിവെന്ന് പറയുന്നു. ആ തിരിച്ചറിവിലൂടെ, അതായത് പ്രാവർത്തികമാക്കുമ്പോൾ ലഭിക്കുന്ന ഉയർന്ന ബോധം, ഉയർന്ന കാഴ്ചപ്പാട്, അതിനെയാണ് വിരക്തി എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇന്ന് അറിവ് എല്ലാവർക്കും ഉണ്ട്. ആചാര്യന്മാർ പറയും there's lot of information but no transformation. ഒരുപാട് അറിവുകളുണ്ട്, പക്ഷെ തിരിച്ചറിവില്ല.
തിരിച്ചറിവില്ലാത്തതുകൊണ്ട് സാക്ഷാത്കാരങ്ങളില്ല, അതുകൊണ്ട് വിരക്തിയില്ല. കാരണം താഴ്ന്ന ആസ്വാദനത്തിനും അപ്പുറത്തായിട്ട് ഒരു ഉയർന്ന ആസ്വാദനമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴല്ലേ താഴ്ന്ന ആസ്വാദനത്തിനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും. ആചാര്യന്മാർ പറയുന്നുണ്ട്, നമുക്കൊരിക്കലും ആസ്വദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ജീവാത്മാവാണ്. ജീവാത്മാവിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദത്വം അനുഭവിക്കുക എന്നതാണ് നമ്മൾ ആത്മാവിൻ്റെ സ്വരൂപം. ആത്മാവ് സത്തും ചിത്തും ആനന്ദവും അത് ആത്മാവിൻ്റെ ഒരു ഫീച്ചറാണ്. എന്താണ് സത്ത്? നാശമില്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നതാണ് ആത്മാവിന് ഇഷ്ടം. എല്ലാത്തിനെക്കുറിച്ചുമുള്ള എല്ലാ അറിവും ആർജിക്കാൻ ആഗ്രഹിക്കുന്നു ആത്മാവ്. കാരണം ആത്മാവിന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെക്കുറിച്ചും അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അതെന്താണ് ഇങ്ങനെ, അങ്ങനെ ഒരു ഇൻക്യൂസിറ്റീവ് മൈൻഡ്, ഒരു അന്വേഷണ ബുദ്ധി. പ്രത്യേകിച്ച് നമ്മൾ ബുദ്ധി കൂടുന്നതിനനുസരിച്ച് ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷ, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ വർദ്ധിക്കുക. അതുകൊണ്ട് അത് ആത്മാവിൻ്റെ ലക്ഷണമാണ്. നമ്മൾ ഒരിക്കലും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മരിക്കാൻ നമുക്ക് ഭയമാണ്. നമ്മുടെ അസ്തിത്വം ഇല്ലാതെയാകുമോ എന്നൊരു ഭയം നമുക്ക് എപ്പോഴും ഉണ്ട്. കാരണം എന്താ? യഥാർത്ഥത്തിൽ നമുക്ക് നാശമില്ലാതുകൊണ്ട്. നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം എന്താ? എല്ലാത്തിനെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ആ അറിവ് ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാലിന്യങ്ങൾ മറച്ചു വച്ചിരിക്കുകയാണ് നമ്മളെ. അതുകൊണ്ട് അറിവ് താൽക്കാലികമായിട്ട് എല്ലാത്തിനെക്കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നിത്യമായിട്ട് ജീവിക്കേണ്ടവരാണെങ്കിലും നമ്മൾ ഈ ശരീരത്തെ നമ്മളായിട്ട് കാണുന്നതുകൊണ്ട് ശരീരം നശിക്കും. ശരീരത്തിന് അറിവില്ല, ശരീരത്തിന് നാശമുണ്ട് താനും. അതുകൊണ്ട് നമ്മൾ ഈ ശരീരമാണെന്ന് കരുതുമ്പോൾ ഈ ശരീരത്തിൻ്റെ നാശം നമ്മുടെ നാശമായിട്ട് നമ്മൾ കരുതുന്നു. അതുകൊണ്ട് ദുഃഖം അനുഭവിക്കുന്നു. ഈ ശരീരത്തിൻ്റെ അറിവാണ് നമ്മുടെ അറിവെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അജ്ഞാനത്തിലിരിക്കുന്നു. ഇനി ആനന്ദം. അന്നേരം ആത്മാവ് എപ്പോഴും ആനന്ദത്തിലാണ്, സ്വന്തം അസ്തിത്വത്തിലുള്ള ആനന്ദം. അതായത് ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിയുന്നതിലൂടെ ലഭിക്കുന്ന ഒരു സുഖം, പരമാനന്ദം. എന്നിട്ട് ആ ആത്മാവ് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആവും. നമ്മളെ തിരിച്ചറിയുമ്പോൾ പിന്നെ ഭഗവാനെ തിരിച്ചറിയാൻ അധികം ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മളെ തിരിച്ചറിയാതെ നമ്മൾ ഭക്തി ഒരു പ്രഹസനമാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനായിട്ട് ഒരിക്കലും കണക്റ്റഡ് ആവത്തില്ല. അന്നേരം നമ്മളെ തിരിച്ചറിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആവും. അതിനുവേണ്ടി പ്രത്യേകിച്ച് പരിശ്രമിക്കേണ്ടാവും. അത് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അന്നേരം ആനന്ദത്തിലിരിക്കുക എന്നതും ആത്മാവിൻ്റെ ഒരു പ്രവണതയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അന്നേരം ആത്മാവിന് നാശമില്ല, എല്ലാത്തിനെക്കുറിച്ചുള്ള അറിവുമുണ്ട്, എപ്പോഴും ആനന്ദത്തിലുമാണ്. എന്നിട്ട് ഇതിന് വിപരീതമായിട്ടുള്ളൊരു സാഹചര്യം ആത്മാവിന് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ശരീരമാണെന്ന് നമ്മൾ കരുതുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന നാശം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതെങ്ങനെ? ഞാനില്ലാതെ എങ്ങനെ ആകും? അല്ലെങ്കിൽ അയ്യോ ഞാനില്ലാതെ ആയാലോ, ഞാൻ നശിച്ചു പോയാലോ എന്നൊരു ഭയം നമ്മളെ അലട്ടും. ഇനി അറിവ്, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കില്ലെങ്കിൽ ഉടനെ നമുക്ക് വിഷമമാണ്. പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലല്ലോ, അതെന്താ എനിക്ക് അറിയാത്തത്, അതെങ്ങനെ അറിയാനുള്ള വഴി എന്താണ്? ആ ഒരു ആകാംക്ഷ നമ്മുടെ ഉള്ളിൽ. എന്തുകൊണ്ട്? കാരണം നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും അറിയാം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെക്കുറിച്ചും ആത്മാവിനറിയാം. പക്ഷെ നമ്മൾ ഈ ശരീരമാണെന്ന് കരുതുമ്പോൾ ശരീരത്തിൻ്റെ ബലഹീനതകൾ, ശരീരത്തിൻ്റെ പരിമിതികൾ നമ്മുടെ പരിമിതിയായിട്ട് മാറുക. മനസ്സിലായില്ലേ? അന്നേരം ആനന്ദം, ആത്മാവ് എപ്പോഴും ആനന്ദത്തിലാണ്. ആത്മാവിന് ഒന്നിനെക്കുറിച്ചും ഒരു ദുഃഖമില്ല. പക്ഷേ നമ്മൾ ശരീരമാണെന്ന് കരുതുമ്പോൾ ശരീരത്തിൻ്റേതായിട്ടുള്ള പരിമിതികൾ, ശരീരത്തിൻ്റേതായിട്ടുള്ള വ്യാധികൾ നമ്മുടെ വ്യാധിയായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു.
അന്നേരം മിസ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തെറ്റിദ്ധരിക്കുന്നു. നമ്മൾ ആരാണെന്നുള്ള വ്യക്തിത്വം, നമ്മുടെ യഥാർത്ഥ അസ്തിത്വം എന്താണെന്ന് അറിയാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അന്നേരം ഈ സച്ചിദാനന്ദത്വത്തെ അനുഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ ഇരിക്കേണ്ടിടത്ത് ഇരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇത് മനസ്സിലാക്കാതെ ഈ ഒരു തെറ്റിദ്ധാരണയെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? നമുക്ക് നാശമില്ല, നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും അറിവുണ്ട്, നമുക്ക് എപ്പോഴും ആനന്ദം മാത്രമേ ഉള്ളൂ. പക്ഷേ അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിയുന്നു. പക്ഷേ ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിയാതെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ശരീരമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോൾ ശരീരത്തിന് വരുന്ന ക്ലേശങ്ങൾ, ശരീരം നശിച്ചു പോകുമ്പോൾ നമ്മൾ നശിക്കുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി കഠിനമായിട്ട് പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കും. കാരണം ശരീരം നശിച്ചു പോരുത്, ഈ ശരീരത്തിനൊന്നും സംഭവിക്കരുത്, അതിനു വേണ്ടിയുള്ള വേവലാതികൾ നമ്മളെ ശരീരത്തിന് വേണ്ടി കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നമ്മളെ നിർബന്ധിപ്പിക്കും. കാരണം എന്താ? മിസ് ഐഡൻറ്റിഫിക്കേഷൻ, തെറ്റിദ്ധാരണ. ഇനി എല്ലാത്തിനെക്കുറിച്ചുള്ള അറിവ് ആത്മാവിനുണ്ട്, പക്ഷേ ശരീരത്തിൻ്റെ അറിവാണ് ആത്മാവിൻ്റെ അറിവായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എല്ലാ അറിവും നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. നമുക്ക് അറിവില്ലാതെ ഇരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അറിവില്ല എങ്കിൽ നമുക്കൊരു വല്ലാത്തൊരു വിമിഷ്ടമാണ് സത്യം. അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു, അവിടെ ആരാണ് വരുന്നത്, എന്നാൽ അവരാരായാലും നമുക്കെന്താ? അല്ല, എന്നാലും അവിടെ ആരാണ് പുതിയൊരാൾ, ഇവരെക്കുറിച്ച് ഇവർ ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. ഇവരാരാണ് യഥാർത്ഥത്തിൽ? അവർക്ക് എന്താണ് ഇവിടെ കാര്യം? അവരെന്താണ് ഇത്രയും നേരമായിട്ട് പോകാത്തത്? അന്നേരം അറിവില്ലായ്മ നമുക്ക് സഹിക്കാൻ കഴിയില്ല, ഒരു വിമിഷ്ടമായിരിക്കും. കാരണം എന്താ? ശരീരത്തിൻ്റെ അറിവ്, നമ്മുടെ അറിവ്. അതുകൊണ്ടാണ് യൂട്യൂബും ഫേസ്ബുക്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ പൊതുവെ ഈശ്വരവിശ്വാസികളാണെങ്കിലും അല്ലെങ്കിൽ ഈശ്വരവിശ്വാസം ഇല്ലാത്തവരാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷം, അത് ജ്യോത്സ്യന്മാരെ നന്നായി ഉപയോഗിക്കുന്നുണ്ട് അവരുടെ മനസ്സ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. കാരണം എന്താ? നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ടെൻഷനാണ്. എന്താവോ ആവോ. ഹരേ കൃഷ്ണ. നമ്മുടെ ഭൂതം, ഭാവി, വർത്തമാനം എന്തൊക്കെയാണ് നടക്കുന്നത്? കാരണം നമുക്കേ മനസ്സിലാവും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ജ്യോത്സ്യന്മാരെ നമ്മൾ ത്രികാലജ്ഞാനികളായിട്ടാണ് കാണുന്നത്. അവർ ഗണിച്ചു നോക്കിയിട്ട് എന്തൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വീഡിയോസ് നോക്കണം. എന്താവും ഇനി അന്യമതക്കാരാണെങ്കിൽ പോലും അവരും ഏറ്റവും കൂടുതൽ ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോവുകയൊക്കെ ചെയ്യും. ഹരേ കൃഷ്ണ. ഞാൻ കുറ്റം പറയില്ല. ഈ ഇടയ്ക്ക് ഒരു ജ്യോത്സ്യനെ വിളിച്ചിരുന്നു കുറേ കാലമായിട്ട്. എന്നിട്ട് പറഞ്ഞു, സ്വാമിജി നിങ്ങളുടെ കുറച്ച് ശിഷ്യരൊക്കെ ഇല്ലേ, അവരെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞ് ഒരു പൂജയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു പോകണ്ടേ എന്നൊക്കെ ആൾ പറഞ്ഞു. ഞാൻ എന്താ പറയുക? അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വലിയ ജ്യോതിഷ പണ്ഡിതരാണെങ്കിലും നമ്മുടെ ഫ്യൂച്ചർ പോലും നമുക്ക് സെക്യൂർ ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു സിനിമയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു സിനിമയിൽ ഒരു കള്ള ജ്യോത്സ്യനായിരുന്നു. ആള് പ്രവചിച്ച് എല്ലാവരുടെ ജീവിതവും കുളമാക്കി. അവസാനം നായകൻ ഒരു തോക്കുമായിട്ട് ജ്യോത്സ്യന്റെ തലയിൽ തോക്ക് വെച്ചിട്ട് പറയാം, നീ ഇനി നിന്റെ കാര്യം പ്രവചിക്കും, അടുത്ത നിമിഷം നീ ജീവിക്കോ ഇല്ലയോ.
ഞാൻ ഈ തോക്കിൻ്റെ ട്രിഗർ അമർത്തുമോ ഇല്ലയോ, അത് കഴിഞ്ഞാൽ ബുള്ളറ്റ് പുറത്ത് വരുമോ ഇല്ലയോ, അത് നിന്റെ ഉള്ളിൽ കയറുമോ ഇല്ലയോ, എന്നിട്ട് നീ ജീവിക്കുമോ ഇല്ലയോ. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് നാശമില്ലാത്തൊരു അവസ്ഥ നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ അമിതമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നു. നാളെ എന്താവോ ആവോ. ഞാൻ ആരെയും കളിയാക്കാൻ, സത്യമല്ലേ, അതായത് നമ്മുടെ ടെൻഷനാണ്. അപ്പുറത്തെ വീട്ടിൽ എന്താണ് നടക്കുന്നത്, അമേരിക്ക ഇനി എന്ത് ചെയ്യും, പാകിസ്ഥാൻ ഇനി എന്ത് ചെയ്യും, വേൾഡ് കപ്പ് ആര് ജയിക്കും, IPL എന്ത് കിടക്കും, സിനിമയിൽ ഇനി എന്ത് കിടക്കും, ദിലീപിൻ്റെ കാര്യം എന്താവും, കാവ്യമാധവൻ്റെ കാര്യം എന്താവും, നമുക്കെല്ലാം. അതുകൊണ്ടാണ് ന്യൂസ് വരുന്നത്. മോഡി ഇനി എത്ര കാലം ഭരിക്കും, അടുത്ത കേരളത്തിൽ ആരായിരിക്കും, സുരേഷ് ഗോപിക്ക് ഒരു സീറ്റെങ്കിലും കിട്ടുമോ ഇപ്രാവശ്യം, എല്ലാത്തിനെയും കുറിച്ചുള്ള ആകാംക്ഷയാണ് നമ്മൾ. കാരണം എന്താണ്, കാരണം ആത്മാവിന് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ നമ്മൾ ഈ ശരീരത്തിൽ കയറുമ്പോൾ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഈ ലോകത്തെയാണ് നമ്മുടെ ലോകമെന്ന് കരുതുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ ശരീരത്തിൻ്റെ എന്തോ പറയുന്നത്, ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെ കുറിച്ചും അറിയണം. അതാണ്, ഒന്നിലും ഒരു അറിവില്ലാതിരിക്കാൻ കഴിയില്ല. ഒരു ടെൻഷനും ആൻസൈറ്റിയും. ഇത് ആത്മാവിന്റെ സ്വഭാവമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പറയാൻ വേണ്ടി അല്ല, അല്ല, ഇതൊക്കെ അറിയുന്നത് തെറ്റാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം ഇത് ആത്മാവിന്റെ ഒരു പ്രവണതയാണ്. പക്ഷെ മിസ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് മിസ് ഗൈഡഡ്, ഇത് രണ്ടുമാണ് പ്രശ്നം. അതായത് നമ്മൾ ആരാണ് നമുക്ക് അറിഞ്ഞുകൂടാ, അതുകൂടാതെ ഒരു തെറ്റായ വഴിയിൽ കൂടെയാണ് നമ്മൾ, ലക്ഷ്യവും തെറ്റാണ്. നമ്മൾ ആരാണെന്ന് നമുക്ക് അറിയത്തില്ല, എന്നിട്ട് നമ്മുടെ ലക്ഷ്യവും തെറ്റാണ്. ഇവിടെ രണ്ടിടത്തുമാണ് പ്രശ്നം വരുന്നത്. നമ്മൾ ഈ ശരീരമാണെന്ന് കരുതുന്നു, എന്നിട്ട് ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ശരീരത്തെ മാക്സിമം ഉപയോഗിച്ച് ഈ ലോകത്തെ മാക്സിമം ആസ്വദിക്കാൻ ആഗ്രഹിക്കുക. ആസ്വാദനം, അതാണ് അടുത്ത വിഷയത്തിലേക്ക് വരുന്നത്, ആസ്വാദനം. അന്നേരം ആത്മാവിന്റെ, അന്നേരം ഈ എന്തു പറയുന്ന അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ ആനന്ദം. ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ആനന്ദം. ആത്മാവിന് എപ്പോഴും ആനന്ദമേ ഉള്ളൂ, ആനന്ദം. പക്ഷേ അതുകൊണ്ട് തന്നെ ആനന്ദമില്ലാത്ത നമുക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആനന്ദിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ആനന്ദത്തിൻ്റെ വിഷയമാണ് പ്രശ്നം. നമ്മൾ ആനന്ദം കാണാൻ ശ്രമിക്കുന്നത് ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുവകകളിലൂടെയാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. മനസ്സിലായില്ലേ? അന്നേരം നമ്മൾ ഈ ശരീരം നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ അതൊരിക്കലും നടക്കാത്ത കാര്യം. ശരീരം എന്തായാലും നശിക്കും. നമ്മളെ തിരിച്ചറിയുക. അന്നേരം നമുക്ക് മനസ്സിലാവും, ഞാൻ ഒരിക്കലും നശിക്കുന്നില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നത്വയവാഹം ജാതുനാശം നത്വം യേവേജനാധിപ. ഞാൻ ഒരിക്കലും നശിക്കുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതിനകത്തിരിക്കുന്ന ആത്മാവിന് നാശമില്ല. അത് മനസ്സിലാക്കുമ്പോൾ പിന്നെ ഈ ശരീരത്തിന് വേണ്ടി, ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ തിരിച്ചറിയാൻ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. അതിൻ്റെ അർത്ഥം നമ്മൾ ശരീരത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങത്തില്ല എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടി കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട എന്നാണ്. ഈ സച്ചിദാനന്ദത്വം മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ ഇല്ല. ശരീരം നശ്വരമാണ്, എന്തായാലും അത് നശിക്കും. ന മുഹ്യതി, അതാണ് ഭഗവാൻ പറയുന്നത്.
ന ശോചിതും അർഹസി. ഭഗവത്ഗീതയിൽ 2-ാമത്തെ അധ്യായം ന ശോചിതും അർഹസി. ഇതിൽ എന്താ അർജുന, ഇതിൽ എന്തിത്ര ടെൻഷൻ അടിക്കുന്നു? ഡോണ്ട് വറി, ശരീരം നശിക്കും, നീ നശിക്കത്തില്ല. അന്നേരം ഈ ആത്മീയ ജ്ഞാനം, അതാണ് ആത്മീയത എന്ന് പറയുന്നത്. ഇതാണ് പ്രധാന പാഠം നമ്മൾ പഠിക്കേണ്ടത്. ശരീരം നശിക്കും, ഞാൻ നശിക്കത്തില്ല. അന്നേരം പിന്നെ ടെൻഷനില്ല. സത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അന്നേരം എന്താണ്? അസത്തിനെ കുറിച്ച് കൂടുതൽ കേൾക്കാൻ താല്പര്യമില്ല. എന്താണ്? ശരീരത്തെ നിലനിർത്താൻ വേണ്ടി നടത്തുന്ന പരാക്രമത്തെക്കുറിച്ചുള്ള സബ്ജക്ട്സ് നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല. അതെല്ലാം അസത് സംഘം. നമുക്ക് വേണ്ട സത്സംഗമാണ്. എന്താണ്? ഞാൻ, ഇതിനകത്തിരിക്കുന്ന ഞാൻ, എന്നെ എങ്ങനെ തിരിച്ചറിയാം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് എനിക്ക് യൂസ്ഫുൾ ആണ്. ഇറ്റ്സ് മീനിങ് ഫുൾ. അതെനിക്ക് ഉപയോഗമുള്ളതാണ്. കാരണം എന്താ? എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റും. ഇറ്റ്സ് ഗുഡ്. ബാക്കിയെല്ലാം നിരർത്ഥകമാണ്. ഞാൻ എന്നെ മറക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് എനിക്ക് നല്ലതല്ല. അത് വീണ്ടും വീണ്ടും എൻ്റെ ഉള്ളിലുള്ള ആ ഒരു തെറ്റിദ്ധാരണയെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും. ആ തെറ്റിദ്ധാരണ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഞാൻ കൂടുതൽ അസ്വസ്ഥനാകും, എൻ്റെ സമാധാനം പോകും. അതാണ് അസത് സംഘം. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മൾ എന്തിനീ ഭക്തിയൊക്കെ പരിശീലിക്കുന്നു, നാമം ജപിക്കുന്നു, സത്സംഗം ഇതിനു വേണ്ടിയാണ്. നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. നമ്മൾ ആരാണെങ്കിലും, ഹിന്ദു ആണെങ്കിലും, മുസ്ലിം ആണെങ്കിലും, ക്രിസ്ത്യാനി ആണെങ്കിലും, നായർ, ഈഴവ, നമ്പൂരി, എന്ത് മണ്ണാങ്കട്ടയാണെങ്കിലും നമ്മൾ ഇതിനകത്തിരിക്കുന്ന ആത്മാവിനെയാണ് തിരിച്ചറിയുന്നത്. ശരീരം കൊണ്ട് നമ്മൾ നമ്പൂതിരി ആയിരിക്കും, ഈഴവനായിരിക്കും, നായരായിരിക്കും, അതൊന്നും ഒരു ഡസ് നോട്ട് മാറ്റർ. ആണോ പെണ്ണോ, വൃദ്ധാവസ്ഥയിലോ ചെറുപ്പക്കാരനോ, അതൊന്നും ഒരു വിഷയമല്ല. അത് ശരീരമാണ്. ആത്മാവിനെ തിരിച്ചറിയുക, ആത്മീയ കാര്യങ്ങൾ പഠിക്കുക, അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആത്മാവിൻ്റെ ആ ഒരു സ്വഭാവത്തെ മനസ്സിലാക്കുക, ഞാൻ ആരാണെന്ന് തിരിച്ചറിയുക. അവിടെ ജാതിയില്ല, മതമില്ല, പാർട്ടിയില്ല. യഥാർത്ഥ ഐക്യത്തിലേക്ക് നമ്മൾ എത്തും. പക്ഷേ നമ്മൾ നമ്മളെ തിരിച്ചറിയണം. അവിടെയാണ് പോയിന്റ്. അതിനുള്ള വഴിയാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ. ആ മന്ത്രജപത്തിൽ ലഭിക്കുന്ന ഒരു ആനന്ദം, ആ ജപത്തിലൂടെ ലഭിക്കുന്ന ആ ഒരു സത്സംഗം, അതിനപ്പുറം ഈ പ്രപഞ്ചത്തിൽ വേറൊന്നുമില്ല. അതിലൂടെ ലഭിക്കുന്ന ആ ബോധം, ചിത്തം, സച്ചിദാനന്ദത്വത്തെ പൂർണ്ണമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ശ്രദ്ധയോടുകൂടിയുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ. ഒരു പുതിയതായിട്ട് ജപിക്കുന്ന ഭക്തരാണെങ്കിൽ പോലും ശ്രദ്ധിച്ച് ഒറ്റ പ്രാവശ്യം ജപിച്ചു നോക്കൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ആ ഒരു ജപത്തിലൂടെ ലഭിക്കുന്ന അനുഭൂതി, അതാണ് ആത്മീയത. വേറെന്തൊക്കെ ചെയ്താലും, പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ ആ സച്ചിദാനന്ദത്വത്തെ അനുഭവിക്കാൻ ഒരു വഴിയില്ല. തലകുത്തി നിന്നാലും, എത്ര വർഷങ്ങൾ നിന്നാലും അതൊന്നും സാധ്യമല്ല. 60,000 വർഷം സത്യയുഗത്തിൽ തപസ് ചെയ്താൽ എന്താണോ കിട്ടുന്നത്, അതായത് ശ്വാസത്തെ പോലും പിടിച്ചു നിർത്തി എത്രയോ 60,000 വർഷത്തോളം തപസ് ചെയ്താൽ ഏത് അനുഭൂതിയാണോ ലഭിക്കുന്നത്, ത്രേതായുഗത്തിൽ വർഷങ്ങളോളം യജ്ഞം ചെയ്താൽ എന്താണോ ലഭിക്കുന്നത്, ദ്വാപരയുഗത്തിൽ വർഷങ്ങളോളം വിഗ്രഹാരാധന ചെയ്താൽ എന്താണോ ലഭിക്കുന്നത്, അതാണ് ഒറ്റ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ശ്രദ്ധയോടുകൂടി ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. അതിൽ പരം ഈ പ്രപഞ്ചത്തിൽ വേറൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ആ സച്ചിദാനന്ദത്വത്തെ അനുഭവിക്കാൻ. ഒരു പ്രഭുജി പറയുന്നു, സ്വാമിജി, ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു നമ്മളുടെ ഈ ശരീരം നശിച്ചാലും നമ്മുടെ ആത്മാവിന് മരണമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്ന ആത്മാവില്ല എന്ന്. ആ വ്യക്തിക്ക് ആത്മാവില്ല. അല്ല, അത് ഈ ലോകത്തുള്ള ഏതിനെ നോക്കിക്കഴിഞ്ഞാലും ആത്മാവില്ലെന്ന് നമുക്ക് എങ്ങനെയാ പറയാൻ കഴിയുന്നത്? ഈ മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മരണസമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ശരീരം പ്രവർത്തനരഹിതമായി എങ്കിൽ മെക്കാനിക്കലി ആ ശരീരത്തിനെ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ ഉള്ളിൽ ജീവൻ വരേണ്ടതല്ലേ? ശരീരത്തിൻ്റെ അകത്തുനിന്ന് ആത്മാവ് പോയി കഴിഞ്ഞാൽ ശരീരത്തിലെ ഓർഗൻസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ പോലും ആ ശരീരം പ്രവർത്തിക്കത്തില്ല. ഏതൊരു ഡോക്ടറും പറയുന്നത് എന്താണ്? ആത്മാവ് പോയി കഴിഞ്ഞാൽ വേറെ ഓർഗൻസ് വേറെ പ്രശ്നം, ഹാർട്ട് അറ്റാക്ക് എന്നേ പറയും. ഹാർട്ട് സ്റ്റോപ്പായി എങ്കിൽ ഹാർട്ടിനെ വീണ്ടും പ്രവർത്തിപ്പിക്കുമോ? ആൾക്കാർ വെന്റിലേറ്ററൊക്കെ ഉപയോഗിക്കുന്നില്ലേ? ആർട്ടിഫിഷ്യലി ഇത് പമ്പ് ചെയ്യുന്നു, ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല. എങ്കിൽ പുതിയ ഹാർട്ട് വെക്കൂ. എന്താണ് അതിൻ്റെ മെക്കാനിക്കൽ പ്രശ്നം എന്ന് വെച്ചാൽ അത് സോൾവ് ചെയ്യൂ. ഒരു വണ്ടി കേടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വണ്ടി മാക്സിമം ഉപയോഗിക്കാൻ നോക്കും, അല്ലേ? അന്നേരം പിന്നെ ഓക്കെ, വൃദ്ധാവസ്ഥയിൽ ശരീര അവയവങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോൾ ഒരാൾ മരിക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഓക്കെ, ആക്സിഡൻറ്റോ എന്തായാലും സംഭവിക്കാം, ആ അവയവം തകർന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്യും, വണ്ടിയെ നമ്മൾ എങ്ങനെയാ ഉള്ളിലുള്ള പാർട്സ് എല്ലാം മാറ്റുന്നത്, അതേപോലെ എല്ലാ പാർട്സും ഒന്ന് മാറ്റി നോക്കൂ. എന്നിട്ട് അതിനെ തമ്മിലൊക്കെ കണക്ട് ചെയ്യാൻ ശ്രമിക്കൂ. എന്തുകൊണ്ട്? എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണ്ടേ? കാരണം നമുക്ക് ശരീരത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് നോളജ് ഉണ്ടെന്നല്ല ഇന്നത്തെ മോഡേൺ സയൻസ് അവകാശപ്പെടുന്നത്. എന്തുകൊണ്ട് അതിന് ജീവൻ കിട്ടുന്നില്ല? സോ ജീവൻ എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്. നമ്മൾ ഈ കാണുന്ന ശരീരത്തിനപ്പുറത്തായിട്ട് മനസ്സുണ്ട്. മനസ്സ് വെച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. മനസ്സ് വിഷമിച്ചാൽ ശരീരം പ്രവർത്തിക്കത്തില്ല, ശരീരത്തിൽ താല്പര്യമില്ല. മനസ്സ് വിഷമിച്ചു കഴിഞ്ഞാൽ BP കയറും, നമ്മൾ ബോധം കെട്ട് വീഴും. മനസ്സിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ തീർന്നു. അന്നേരം മനസ്സെന്തായാലും ഉണ്ട്. അന്നേരം അതിനപ്പുറത്താണ് ആത്മാവിരിക്കുന്നത്. ഇതൊരു കോമൺ സെൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരീരം മാറിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷെ അകത്തിരിക്കുന്ന വ്യക്തി മാറുന്നില്ല. അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഇതൊരു കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യമാണ് ആത്മാവുണ്ടെന്ന്. ഏത് കൊച്ചുകുട്ടിക്കും പോലും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു അന്വേഷണ ബുദ്ധി വെച്ച്, ഒരു ഇൻക്യൂസിറ്റീവ് മൈൻഡ് വെച്ച്, ഇൻറ്റ്യൂട്ടീവ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും. അതായത് നമ്മൾ ഇപ്പോൾ തലയിൽ കൈവച്ചിട്ട് പറയുന്നത് എൻ്റെ തല, എൻ്റെ കൈ, എൻ്റെ ശരീരം. എൻ്റെ തല എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ തലയിൽ നിന്ന് വ്യത്യസ്തമാണ്. എൻ്റെ കൈ എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ കൈയും വ്യത്യസ്തമാണ്. എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ശരീരം വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ശരീരം എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇത് എളുപ്പമല്ല ഇത് മനസ്സിലാക്കാൻ. അത്രത്തോളം പുണ്യം ആർജിച്ചിരിക്കണം. തിന്നുക, കുടിച്ചു, ഉറങ്ങിയും ജീവിക്കുന്ന ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല. മൃഗീയ ബോധത്തിലിരിക്കുന്നവർക്ക് ഒരിക്കലും ആത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. മൃഗങ്ങൾക്ക് ആത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും? ഇല്ല. അതുകൊണ്ട് മൃഗീയ ബോധത്തിലിരിക്കുന്ന മനുഷ്യർക്കും ആത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അവരെപ്പോഴും ആ ബോധത്തിലായിരിക്കും. മനുഷ്യ ശരീരത്തിലൂടെ മാത്രമേ ആത്മാവിനെ തിരിച്ചറിയാൻ കഴിയൂ, ആത്മീയ ലോകത്തേക്ക് തിരിച്ചു പോകാൻ കഴിയും. ബാക്കിയുള്ള ശരീരങ്ങൾ എടുക്കുമ്പോൾ ശരീരബോധം കൂടുതലാണ്, അതിനകത്ത് അജ്ഞാനം കൂടുതലാണ്. അതായത് ഒരു നനഞ്ഞ പുല്ലിനെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഒരിക്കലും നടക്കത്തില്ല. നനഞ്ഞ പുല്ലിനെ നമുക്ക് കത്തിക്കാൻ കഴിയില്ല. പകുതി നനഞ്ഞ് പകുതി ഉണങ്ങിയിരിക്കുകയാണ്, പിന്നെയും കത്താൻ സാധ്യതയുണ്ട്. ഉണങ്ങിയ പുല്ലാണെങ്കിൽ പെട്ടെന്ന് കത്തും. അന്നേരം മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ പുല്ലിനെ പോലെയാണ്. അന്നേരം ആത്മീയ അറിവുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഫെസിലിറ്റി ഈ ശരീരത്തിനകത്ത്. ആ ബോധം അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ നമുക്ക് നാശമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ശരീരത്തെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ശരീരത്തിന് നാശം വരുന്നത് സഹിക്കാൻ പറ്റാത്തത്. ആത്മാവിന് എപ്പോഴും എല്ലാത്തിനെ കുറിച്ചുള്ള അറിവുണ്ട്. അതുകൊണ്ടാണ് ഈ ശരീരത്തിലൂടെ മാക്സിമം അറിവ് നേടിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആത്മാവിന് എപ്പോഴും ആനന്ദമാണ്. അതുകൊണ്ടാണ് ദുഃഖം ആത്മാവിന് ഇഷ്ടമല്ലാത്തത്. ഇതിൻ്റെ എല്ലാം മെയിൻ കാരണം എന്താണ്? നമ്മൾ ശരീരത്തിലൂടെ സച്ചിദാനന്ദത്വം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് സച്ചിദാനന്ദത്വം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു? കാരണം നമ്മൾ സച്ചിദാനന്ദമായിരുന്നു. അന്നേരം നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് സച്ചിദാനന്ദത്വം ലഭിക്കും.
പിന്നെ നമുക്ക് ശരീരത്തിനോട് താല്പര്യം കാണത്തില്ല, വിരക്തി വരും. അത്രയുള്ള ആത്മീയത, അതാണ് ആത്മസാക്ഷാത്കാരം. ഞാൻ എന്തല്ല, ഞാൻ എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ അവിടെ തെറ്റിദ്ധാരണ ഇല്ലല്ലോ, അവിടെ പിന്നെ ഒന്നിൻ്റെയും കുറവില്ല. ഞാൻ എന്നെ തിരിച്ചറിയുമ്പോൾ എനിക്ക് നാശമില്ലെന്ന് മനസ്സിലാക്കുന്നു, എനിക്ക് എല്ലാത്തിനെക്കുറിച്ചുള്ള അറിവുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു, എനിക്കൊരിക്കലും ദുഃഖമില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവിടെ നാശമില്ല, എല്ലാത്തിനെക്കുറിച്ചുള്ള അറിവുമുണ്ട്, ആനന്ദമുണ്ട്. അന്നേരം നമ്മുടെ പ്രധാന പ്രശ്നം നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മൾ ഈ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം കുടുംബജീവിതം വേണ്ട എന്നല്ല, ശരീരത്തെ നിലനിർത്താൻ വേണ്ടി അമിതമായിട്ട് കഴുതെ പോലെ വർക്ക് ചെയ്യുന്നു. ശരീരത്തിൻ്റെ നിലനിർത്താൻ വേണ്ടി നമുക്ക് ഭഗവാൻ അനുവദിച്ച് നൽകിയിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്ത് അതിലൂടെ നമ്മുടെ കുടുംബജീവിതമൊക്കെ നോക്കാം. പക്ഷേ ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. എന്താണ്? ശരീരം നശിക്കാതെ നോക്കുക. ഇതിൻ്റെ അടുത്ത ലെവൽ എന്താണ്? എൻ്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളുടെ ശരീരവും നശിക്കാതിരിക്കണം. അത് ഏറ്റവും ഹയർ ലെവൽ അജ്ഞാനമാണ്. ആദ്യത്തെ അജ്ഞാനം എന്താണ്? ആദ്യത്തെ അറിവില്ലായ്മ എന്താണ്? ഞാൻ ഈ ശരീരമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് ഏറ്റവും വലിയ അറിവില്ലായ്മ. അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് അറിവില്ലായ്മയാണ് ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ശരീരങ്ങളും എന്നെന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അത് അന്നേരം ഒന്ന് ആലോചിച്ചു, എന്തുമാത്രം അറിവില്ലായ്മയാന്ന് നോക്കണേ. ഒന്ന്, നമ്മുടെ ശരീരത്തെ നമ്മളായി കാണുന്നു, തെറ്റിദ്ധരിക്കുന്നു, അതിനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എഗെയിൻ മനസ്സിലാക്കുക, ഇതിൻ്റെ അർത്ഥം ശരീരത്തെ ത്യജിക്കുക, ശരീരത്തെ അവഗണിക്കുക എന്നതല്ല. ഇത് മാത്രമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് കരുതുന്നത് എന്തുമാത്രം വലിയ മണ്ടത്തരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം ഈ ശരീരത്തെ നമ്മളായി കാണുന്നു, ഈ ശരീരത്തെ ശരീരം നശിക്കാതിരിക്കുന്നതിന് വേണ്ടി മാത്രം ജീവിക്കുന്നു. ശരീരത്തെ നിലനിർത്താനും ശരീരത്തെ ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ. വീണ്ടും മനസ്സിലാക്കുക, ഇതൊന്നും വേണ്ട എന്നല്ല, പക്ഷെ ഇത് മാത്രമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ശരീരഭംഗി ബെറ്റർ ആക്കാൻ നോക്കുന്നു, ശരീരഭംഗിയെ കൂട്ടാൻ നോക്കുന്നു, ശരീരത്തെ മാത്രം തീറ്റിപ്പോറ്റി ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ മാത്രം ജീവിക്കുന്നു. എന്നിട്ട് ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളുടെ ശരീരത്തെ അതിനെയും നശിക്കാതിരിക്കാൻ നോക്കുന്നു, അതിനെയും നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു തലമുറ മാത്രമല്ല, അടുത്ത തലമുറയുടെ ശരീരം, അടുത്ത തലമുറകളുടെ ശരീരം, ഈ തലമുറയിലുള്ള എല്ലാവരുടെയും ശരീരം എന്നെന്നും ഒരു രോഗം പോലും വരാതെ എന്നെന്നും ഇങ്ങനെ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മണ്ടത്തരം, മണ്ടത്തരം. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജ് അറിവ്. ഈ ലോകത്തിലുള്ള എല്ലാത്തിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാത്തിനെക്കുറിച്ചും, ഈ ലോകത്തുള്ള എല്ലാത്തിനെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചുമുള്ള എല്ലാ അറിവും നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ന്യൂസിന് ഇത്രയും പ്രാധാന്യത. ഇവിടെ എന്ത് നടക്കുന്നു, അവിടെ എന്ത് നടക്കുന്നു, ഇതിനകത്ത് എന്ത് നടക്കുന്നു, അതൊരു വിഷയമല്ല. ഇതിന് ചുറ്റും എന്ത് നടക്കുന്നു. കാരണം എന്താ? എവിടെയാണ് അവസരം കിട്ടുന്നതെന്ന് അറിയത്തില്ല. എന്തിനു വേണ്ടി? നക്കാൻ, ആസ്വദിക്കാൻ. എവിടെ നക്കാൻ ആസ്വദിക്കാൻ കിട്ടും അത് അന്വേഷിച്ചിട്ടുള്ള ന്യൂസാണ്. ഇവിടെ ഇതുവരെ ഉണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, നമുക്കൊന്ന് പോയി കാണണം കേട്ടോ. എവിടെ ആസ്വാദനം ഉണ്ടെന്ന് അതാണ് ന്യൂസ് എന്ന്. വേറെ ഒന്നും. ഒരു ഭക്തൻ ചോദിച്ചു, സ്വാമിജി, ഞാൻ സത്സംഗം കേൾക്കുമ്പോൾ എൻ്റെ ബന്ധുക്കൾ എന്നോട് പറയുകയാണ്, നിനക്കിത് കേൾക്കാനുള്ള സമയമായിട്ടില്ല, ഇപ്പോൾ നീ നിന്റെ കുടുംബത്തിന് പ്രധാനം കൊടുക്കണം പറയും. ഞാൻ ചെയ്യുന്നത് അല്ല, അവർക്കിതിൻ്റെ പ്രാധാന്യത അറിയത്തില്ല. ഓക്കെ, അന്നേരം മാതാജി എന്ത് ചെയ്യുക? മാതാജിയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക.
ഇനി എല്ലാം കഴിഞ്ഞ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് അവിടെ ഇരുന്നാലും അവർ ഇത് തന്നെ പറയും. എന്താ പ്രശ്നം അറിയാം? ഒരു പാത്രത്തിൽ കുറേ ഞണ്ടുകളെ ഇട്ട് കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരു ഞണ്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ബാക്കി ഞണ്ടുകളെല്ലാം കൂടെ കാലെ പിടിച്ച് താഴോട്ട് വിടും. ക്രാബ് മെൻറ്റാലിറ്റി ഞണ്ടുകളുടെ സ്വഭാവമാണ്. അത് ഒരിക്കലും മാറത്തില്ലെന്നുള്ളത്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പിടിക്കും അതിന്. അതുകൊണ്ട് വളരെ ബുദ്ധിപരമായിട്ട് അത് മാതാജി ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണം. അവർക്ക് പരാതി കൊടുക്കാനുള്ള ഒരു അവസരം കൊടുക്കരുത്. ഇനി അവരുടെ മുമ്പിൽ വെച്ച് സത്സംഗം കേൾക്കണമെന്നില്ല, പിന്നെ എപ്പോഴെങ്കിലും കേൾക്കാം. ലൈവ് കേട്ടാൽ അത്രയും നല്ലത്. അന്നേരം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കാരണം എന്താ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പോലീസുകാരുടെ കൂട്ടത്തിൽ എപ്പോഴും പോലീസുകാർക്ക് ഒരു വില കാണും. കള്ളന്മാരുടെ കൂട്ടത്തിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വില? ഏറ്റവും വലിയ കള്ളൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം സത്സംഗം കേൾക്കുന്ന ഭക്തരുടെ ഇടയിൽ സത്സംഗം കേൾക്കുന്ന ഭക്തരെ കുറിച്ച് നല്ല മതിപ്പായിരിക്കും. അന്നേരം സത്സംഗത്തിലൊന്നും താല്പര്യമില്ലാത്ത ശരീരബോധത്തിലിരിക്കുന്ന അസജ്ജനങ്ങൾക്ക് ഇതിൻ്റെ മഹത്വം അറിയത്തില്ല. എന്നിട്ട് സ്വാഭാവികമായിട്ടും കാക്കക്കൂട്ടങ്ങളുടെ ഇടയിൽ ഒരു അരയന്നം വന്നു കഴിഞ്ഞാൽ കാക്കക്കൂട്ടങ്ങളെല്ലാം പറയും, ഇതെന്തൂടെ, എന്ത് ജീവിയില്ലേ, വെളുത്ത് വെളുത്ത് എന്തോന്ന് ഇങ്ങനെയൊക്കെ. നമ്മളെ കണ്ടില്ലേ എത്ര കറുത്ത് നല്ല സുന്ദരന്മാരായിട്ടിരിക്കുന്നു, മനസ്സിലായില്ല? അന്നേരം കാക്കകളുടെ എൻ്റെ അർത്ഥം കറുത്ത ആൾക്കാർ സുന്ദരന്മാരെന്നല്ല, നല്ലല്ല ഞാൻ പറയാം, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അന്നേരം കാക്കകൾ എന്തായിരിക്കും തമ്മി പറയുന്നത്? ആ കാക്കകളെല്ലാം കറുത്ത്, നമ്മളെല്ലാം നല്ല കറാന്നിരിക്കുന്നുണ്ടല്ലേ, നമ്മളൊക്കെ എത്ര സുന്ദരന്മാരാന്ന് കണ്ടില്ലേ, ഇതെന്തോന്ന് വെളുത്ത് വെളുത്തിരിക്കും, കഴുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അന്നേരം കാക്കകളുടെ ഇടയിൽ ബഹുമാനം ബഹുമതി എപ്പോഴും എന്താണ്? കാക്കകൾക്കായിരിക്കും. അരയന്നത്തിന് അവിടെ ഒരു പുല്ല് ബഹുമാനം പോലും കിട്ടത്തില്ല. ഒന്ന് ആലോചിച്ചു. എന്നിട്ട് കാക്കക്കൂട്ടങ്ങൾ തിന്നുന്നത് എന്താണ്? അവിടെ ഇവിടെ ഇരിക്കുന്ന എച്ചിലും തീറ്റവും ഒക്കെ ആയിരിക്കും. അന്നേരം അരയന്നത്തിന് വളരെ തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അരയന്നോട് പറയും, ഇവന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തുവാടേ ഇതിൻ്റെ ജീവിതമൊക്കെ, എന്തിനാണ് നീ ഇങ്ങനെ ജീവിക്കുന്നത്, ഭൂമിക്ക് ഒരു ഭാരമായിട്ട്. മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? അന്നേരം കാക്കക്കൂട്ടങ്ങളുടെ ഇടയിൽ ഒരിക്കലും അരയന്നത്തിന് ബഹുമാനം കിട്ടത്തില്ല. ഇനി കാക്കക്കൂട്ടങ്ങളുടെ ഇടയിൽ കുയിൽ വന്നാലും, കുയിൽ നല്ല മധുരമായിട്ട് പാട്ട് പാടുമ്പോഴത്തേക്ക് ഇതെന്തോന്ന് ശബ്ദമോടെ, നമ്മുടെ ഇതാണ് മധുരമായിട്ടുള്ള ശബ്ദം, ഇതെന്തോന്ന് ശബ്ദം, ഒരു ഗാംഭീര്യമൊന്നും ഇല്ല ഈ ശബ്ദത്തിൽ എന്ന് പറയും. അതുകൊണ്ട് ഈ ലോകത്തിൽ പലതരം ആൾക്കാരുണ്ട്. നമുക്ക് ആരുടെ അംഗീകാരം വേണം എന്ന് നമ്മൾ തീരുമാനിക്കുക. അവരെന്ത് പറഞ്ഞാലും നമുക്കെന്ത്, നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം നമുക്ക് എന്താ വേണ്ടത്. അതുകൊണ്ട് ഡോണ്ട് വറി, അവരെന്ത് പറഞ്ഞാൽ നമുക്കെന്ത്. എൻ്റെ അർത്ഥം നമുക്ക് അവരോട് സ്നേഹമില്ലെന്നോ ബന്ധുക്കളെ അവഗണിക്കണോ അങ്ങനെയല്ല. ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ എന്താണോ കർത്തവ്യങ്ങൾ അത് നിറവേറ്റുക, അമ്മ എന്നുള്ള രീതിയിൽ, ഭർത്താവ് എന്നുള്ള രീതിയിൽ, കുടുംബസ്ഥൻ, ഇത്തരം എന്തൊക്കെയാണോ കർത്തവ്യങ്ങൾ അത് കറക്റ്റായിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വേണ്ടേ? അതൊരു മനുഷ്യാവകാശം, ജീവാത്മാവിൻ്റെ ഒരു അവകാശമാണത്. മൃഗങ്ങൾക്കും അവകാശമുണ്ട്, എല്ലാവർക്കും അവകാശമുണ്ട്. അന്നേരം നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള ഒരു അവകാശം നിങ്ങൾക്കില്ല. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതൊരു കോമൺ സെൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അന്നേരം നമ്മൾ ആരെയും ദ്രോഹിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ലല്ലോ, നല്ല കാര്യമല്ലേ. ഭഗവാന്റെ നാമം പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും സന്ധ്യാസമയത്ത് ജപിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പൊ അമ്പലങ്ങളിൽ പോലും ജപമില്ല. അതുകൊണ്ട് എന്താണ് തെറ്റ്? മനസ്സിലായില്ലേ? നമ്മൾ അവരോട് പറയുമ്പോൾ നാമം ജപിക്കുമെന്ന് പറയുമ്പോൾ അവർ കേൾക്കാറുണ്ടോ? ഇല്ല. അവർ പറയാം ഇത് ആരെയും ഫോഴ്സ് ചെയ്യാൻ പാടില്ല,
അതേപോലെ തന്നെ തിരിച്ച് അവരോട് ചോദിക്കുക. നമ്മൾ ജപിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഫോഴ്സായിട്ട് തോന്നുന്നു, എന്നിട്ട് നിങ്ങൾ നമ്മളോട് ജപിക്കരുതെന്ന് പറയുമ്പോൾ അതും ഒരു ഫോഴ്സ് അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ആശ്രമമൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ എൻ്റെ അച്ഛൻ പോയ സമയത്തിന് ഞാൻ വിചാരിച്ചു അമ്മ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് ഒരു പെൺകുട്ടിയായിട്ട് വിവാഹമൊക്കെ ഉറപ്പിച്ചതായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. അന്നേരം വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ആ പെൺകുട്ടിയാണെങ്കിൽ നിർബന്ധം, പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടുകാരും എന്താണ്, ഞാൻ നോൺ വെജ് കഴിക്കണം, ഉള്ളി വെള്ളുള്ളി കഴിക്കണം, ചായ കുടിക്കണം, പറ്റുമെങ്കിൽ സിഗരറ്റും കള്ളുകൂടിയും കൂടെ ആവാം. അവർക്കൊരു നോർമൽ ഹസ്ബൻഡിനെയാണ് വീഴുന്നത്. അന്നേരം അവരുടെ നോട്ടത്തിൽ ഞാൻ അബ്നോർമലാണ്, തലയ്ക്കകത്ത് എന്തോ പ്രശ്നം. അവസാനം ഞാൻ പരമാവധി പറഞ്ഞു, എന്താ പറയുക, എന്നെ നിർബന്ധിക്കരുത്, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴിക്ക്, എവിടുന്ന് കേൾക്കാനാണ്. അവസാനം പിന്നെ ഞാൻ തിരിച്ചിട്ടു. ഞാൻ പറഞ്ഞ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും വലിയ അടിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ ഒരു ഒത്തുതീർപ്പിൽ എത്തണമെന്ന്. എന്ന് പറഞ്ഞാൽ എന്താ ഒത്തുതീർപ്പ്? നമ്മൾ തമ്മിൽ ചേരത്തില്ല, ഇത് തന്നെയാണ് ഒത്തുതീർപ്പ്. അത് അത് പറ്റത്തില്ലെന്നും. അത് പറയാം, ശരി, എൻ്റെ കണ്ടീഷൻസ് ഉണ്ട്, 16 മാല ജപിക്കണം, 4 യമനിയമങ്ങൾ പാലിക്കണം, ഒരു വർഷത്തിനുള്ളിൽ ഭഗവത്ഗീത കംപ്ലീറ്റ് ചെയ്യണം, അതിനുശേഷം വേണമെങ്കിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാം. അതായത് ഇങ്ങോട്ട് ഫോഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് പ്രശ്നമില്ല, നമ്മൾ അങ്ങോട്ട് ഫോഴ്സ് ചെയ്യുമ്പോഴാണ് അവർക്ക് പ്രശ്നം. 1 മാസമൊക്കെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടു പാവം. അവസാനം ഉറക്കത്തിൽ വരെ പിച്ചും പേയും പറയാൻ തുടങ്ങി, 16 മാല ജപം ഗീത. വീട്ടുകാർക്ക് ടെൻഷനായി. അവര് പറഞ്ഞു, ഈ ലോകത്തെന്തോ വേറെ ആണുങ്ങളൊന്നും ഇല്ലെന്നു. അങ്ങനെ രക്ഷപ്പെട്ടു. ഹരേ കൃഷ്ണൻ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ നിർബന്ധിപ്പിക്കുന്ന പോലെ നമ്മൾ അങ്ങോട്ട് നിർബന്ധിക്കാൻ പോവാറില്ല. അന്നേരം പൊതുവെ ഭക്തരെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ശല്യം ഇല്ലാതെ അവർ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്ന് ജപിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എപ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും നമുക്ക് ശല്യം, അത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ പ്രഹ്ലാദന്റെ കാര്യം കണ്ടില്ലേ, ആ കൊച്ചുകുട്ടി ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തു? ഒന്നും ചെയ്തില്ല. ആള് ഓം നമോ നാരായണായ എന്ന് പറയും, അത് അച്ഛന് പിടിക്കുന്നില്ല. എന്ത് ചെയ്യാനാ ഇപ്പൊ? ഈ അച്ഛൻ്റെയിലാണെങ്കിൽ ഈ ലോകം മുഴുവൻ കൺട്രോളിലാണ്, സൂര്യദേവൻ വരെ കൺട്രോളിലാണ്. ചൂട് കൂടിയാൽ സൂര്യദേവനെ ഒന്ന് നോക്കുക, അന്നേരത്തേക്ക് സൂര്യദേവൻ ടെമ്പറേച്ചർ കുറയ്ക്കും എന്നുള്ളതാണ്. ഒരു പയ്യൻ ചോദിക്കുന്നു, അപ്പോൾ സ്വാമിക്ക് കല്യാണം ചെയ്യാൻ ഇനി പറ്റത്തില്ല, താല്പര്യമില്ല, രക്ഷപ്പെട്ട് വീണ്ടും എന്തിനാണ് എന്നെ പറഞ്ഞേക്കുന്നത്? കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. ഇത് ആശ്രമത്തിൽ വരുന്നതിന് മുമ്പേ ആയിരുന്നു. ഓക്കെ, ഒരു 20ാമത്തെ വയസ്സിലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഹരേ കൃഷ്ണ. അന്നേരം 21ാമത്തെ വയസ്സിലാണ് ആശ്രമത്തിലോട്ട് ഞാൻ കയറുന്നത്. അപ്പോൾ 36 15 വർഷം. ഓഹ്, ഭഗവാൻ രക്ഷപ്പെടുത്തി. അല്ല, അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, ഹിരണ്യകശിപു സൂര്യദേവനെ വരെ നിയന്ത്രിക്കുന്ന ആളാണ്. പക്ഷേ കൊച്ചുകുട്ടി ഹിരണ്യാക്ഷന്റെ മന്ത്രം പറയുന്നില്ല എന്നതുകൊണ്ട് ആ കുട്ടിയെ കൊല്ലാൻ വരെ തയ്യാറായിട്ടിരിക്കുകയാണെന്നുള്ളത് ഒന്ന് ആലോചിച്ചു. ആ കുട്ടി ഓം നമോ നാരായണ എന്ന് പറഞ്ഞ് നടക്കട്ടെ, അതിന് എന്താണ് ഇപ്പം പ്രശ്നം? അതൊന്നും പറ്റത്തില്ല, അത് പറയാനും പാടില്ല. ഓം ഹിരണ്യായ നമ എന്ന് പറയും വേണം. മനസ്സിലായില്ലേ? അന്നേരം പൊതുവെ ഭക്തർ ആരെ അങ്ങോട്ട് പോയി ശല്യപ്പെടുത്താറില്ല, അവരവരുടെ കാര്യം നോക്കിയിരിക്കും. പക്ഷെ എപ്പോഴും ശല്യം ഇങ്ങോട്ടേ വരൂ. കാരണം എന്താ,
അവർക്ക് അവരുടെ കാമത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. ക്രോധം, മോഹം, ലോഭം, മത മത്സരാദികൾ ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. മൃഗീയ ബോധത്തിലാണ്, മൃഗീയ ബോധത്തിലിരിക്കുകയാണ്. അന്നേരം പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത്? മൃഗതുല്യമായിട്ടുള്ള ജീവിതമാണ്. തീറ്റ, കുടി, ഉറക്കം എന്നുള്ളൊരു ബോധത്തിലിരിക്കുന്നവർ തീർച്ചയായിട്ടും സമാധാനത്തോടുകൂടി ഇരിക്കത്തില്ല. അടങ്ങി ഒതുങ്ങിയിരിക്കുമോ? ഇല്ല, ഒരിക്കലും ഇരിക്കത്തില്ല. തമോ ഗുണം, രജോ ഗുണമാണ് ഏറ്റവും ശക്തം. വീട്ടിലുള്ളവരുടെ അസ്വസ്ഥത കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് സഹതാപം തോന്നും. തീർച്ചയായിട്ടും തോന്നും. അതുകൊണ്ടല്ലേ നമ്മൾ പ്രചരണം ചെയ്യേണ്ടത്. അവരെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കണം. പക്ഷെ മനസ്സിലാക്കുക അവരുടെ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ ആശ്രമത്തിലുള്ള ഒരു പ്രഭുജിയുടെ സ്വന്തം അനിയൻ ഒറ്റ നിമിഷം കൊണ്ടാണ് പാരലിസിസ് ആയത്. എന്ത് വിഷമമാണെന്ന് നോക്കണേ, ഒറ്റ നിമിഷം കൊണ്ട്. അതിനു മുമ്പേ പ്രഭുജി അദ്ദേഹത്തിനോട് ജപത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു. പക്ഷേ അന്നേരം അദ്ദേഹത്തിന് അത് തോന്നിയില്ല. ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. ഭാര്യ, ഒരു കുട്ടിയുണ്ട്. എന്നാലോചിച്ചു, ഒരു 6-7 വയസ്സുള്ള കുട്ടി. എന്നാലോചിച്ചു. എന്നിട്ട് ഈ ജീവിതം എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം മാറുന്നുള്ളതാണ്. ഒന്നുമില്ല, ആള് ഗൾഫിലായിരുന്നു. കുറച്ച് നാള് നാട്ടിലേക്ക് വന്നതാണ്. വന്ന് കിടന്നുറങ്ങുമായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു വിമിഷ്ടം വന്നു. എഴുന്നേറ്റു, ബാത്റൂമിലേക്ക് ഓടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോൾ ഒരു കൈയും ഒരു കാലും വർക്ക് ചെയ്യുന്നില്ല. വായൊക്കെ ഒരു ദിശയിലേക്ക് കോടിപ്പോവുകയാണ്. ആലോചിച്ചു. ഒറ്റ നിമിഷം മതി ഈ ശരീരം തളരാനായിട്ട്. ഇതിലേതെങ്കിലും ഒരു ഞരമ്പൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അത് നമ്മളിങ്ങനെ പേടിച്ചു പിടിച്ചു, അയ്യോ ശരീരത്തിന് എന്തെങ്കിലും ആവോ, ശരീരത്തിന് എന്തെങ്കിലും ആവോ. അതല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ മനസ്സിലാക്കുക, എത്ര താലോലിച്ചാലും നമ്മൾ ഭക്തിയിലിരുന്നാലും ഈ ശരീരം എന്ന് നിലനിൽക്കത്തില്ല എന്ന പരമാർത്ഥത്തെ നമ്മൾ അംഗീകരിക്കുക. കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കരുത്. നമ്മൾ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുക. നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന ഈ ശരീരം പോലും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കത്തില്ല. പിന്നെ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങളെക്കുറിച്ച് എന്ത് പറയാനാണ്? അവരെത്ര ആഗ്രഹിച്ചാലും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ശരീരം മാത്രമാണ് നമ്മുടെ ബന്ധുക്കളുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ. അവരെല്ലാം നമ്മളെ സ്നേഹിച്ചാലും ഈ ശരീരമായിട്ടുള്ള കണക്ഷൻ നമ്മുടെ നഷ്ടപ്പെടുമ്പോൾ എല്ലാം തീരും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വലിയൊരു സാമ്രാജ്യത്തെ കെട്ടിപ്പണിത് ഉയർത്താൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുക. അതിൻ്റെ അർത്ഥം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ട എന്നല്ല, അത് ചെയ്യൂ. പക്ഷേ അത് മാത്രമാണ് എല്ലാം എന്ന് കരുതരുത്. നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം മാത്രം നോക്കിയത് കൊണ്ട് അടുത്ത ജന്മം നല്ലതാവൂ എന്ന് നമ്മൾ കരുതരുത്. അത് ഒരു ധർമ്മം, പരമമായിട്ടുള്ള ധർമ്മം നമ്മൾ ചെയ്യുന്നില്ല. ഇത് പല പ്രാവശ്യവും സത്സംഗത്തിൽ ഞാൻ നൽകിയ ഉദാഹരണമാണ്. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ്, അത് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടി? കുറച്ചും കൂടെ പലിശയും റിട്ടേൺസും ഒക്കെ കിട്ടാൻ വേണ്ടി. അന്നേരം പൊട്ടിപ്പൊളിയാൻ പോകുന്ന ഒരു ബാങ്കിൽ, അതായത് നമുക്കറിയാം ഈ ബാങ്ക് എന്തായാലും പൊളിയാൻ പോകും, ഇടുന്ന കാശ് തിരിച്ചു കിട്ടത്തില്ല എന്നറിയാം. അങ്ങനെ നമുക്ക് അറിയാവുന്ന ഒരു ബാങ്കിൽ നമ്മൾ കാശ് ഇടും? ഒരിക്കലും ഇടത്തില്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് എവിടെയായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കുറഞ്ഞ പക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അത്രയും തുകയെങ്കിലും തിരിച്ചു കിട്ടണം. സ്മിത മാതാജി പറയുന്നു, ശരീരത്തെ അവഗണിച്ച് ജയപതാക സ്വാമി മഹാരാജ് പ്രചരണം ചെയ്യുന്നത് വലിയ പണം. അത് മാതാജി പറയുന്നത്, അത് പറയാനുള്ള ഒരു അർഹതയും മാതാജിക്കില്ല. ആൾക്കാർ ശരീരത്തെ ഉപയോഗിക്കുന്നത് അവരുടെ ആസ്വാദനത്തിന് വേണ്ടിയാണ്, അതാണ് തെറ്റ്. പക്ഷെ ഭക്തര് ശരീരത്തെ ത്യജിക്കുന്നത് നമ്മളെ പോലുള്ള വിഡ്ഢികളെ, മായയിൽ മുങ്ങിയിരിക്കുന്ന വിഡ്ഢികളെ ഉയർത്താൻ വേണ്ടിയാണ്. അദ്ദേഹം അത് ചെയ്തതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നു, നിങ്ങളിത് കേൾക്കുന്നു. അദ്ദേഹം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ കാണത്തില്ല, നിങ്ങളും ഇത് പറയാൻ നിങ്ങളുടെ നാവ് പൊങ്ങത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാരുണ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് വേറൊരു പോയിന്റാണ്. പ്രഭുപാദജി 2 ഹാർട്ട് അറ്റാക്കും സഹിച്ചുകൊണ്ട് അമേരിക്കയിൽ പോയത് കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ വന്നതെന്ന് മനസ്സിലാക്കുക.
അന്നേരം ഈ ആചാര്യന്മാർക്കൊക്കെ അവരുടെ ആധ്യാത്മിക കാര്യം നോക്കി മിണ്ടാതിരിക്കാം. അവരുടെ ഭിക്ഷയാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ ഔദാര്യമാണെന്ന് മറന്നു പോകരുത്. നമ്മൾ നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കുന്നത് നമ്മുടെ സുഖഭോഗങ്ങൾക്കും നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിനും വേണ്ടിയാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും വേണ്ടി കൊടുത്തതല്ല അദ്ദേഹത്തിന്റെ ശരീരം. നമ്മളെപ്പോലെ ഒരു യോഗ്യതയില്ലാത്ത വെറും തുച്ഛമായിട്ടുള്ള ജീവാത്മാക്കളെ ചെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, ചെളിയിൽ മുങ്ങി മൃഗീയ ബോധത്തിൽ പന്നികളെപ്പോലെയും പട്ടികളെപ്പോലെയും പൂച്ചകളെപ്പോലെയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന, തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിക്കുന്ന വെറും നരാധമന്മാരായിട്ടുള്ള നമ്മളെ ഉയർത്താൻ വേണ്ടി അവരുടെ ജീവിതത്തെ ഹോമിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ആരും അർഹരല്ല. അത് നമ്മൾ മനസ്സിലാവും. ഇത് വലിയൊരു തെറ്റാണ് മാതാജി ചെയ്തത് കേട്ടോ. ഇതിന് എന്ത് റിയാക്ഷൻ ആയിരിക്കും മാതാജിക്ക് കിട്ടുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ക്ഷമിക്കണം. വലിയൊരു അപരാധമാണ് മാതാജി ചെയ്തിരിക്കുന്നത്. ഇരിക്കുന്ന കൊമ്പാണ് മാതാജി ഇപ്പോൾ അറുത്തത്. നമ്മൾ ഇരിക്കുന്ന കൊമ്പില്ലേ, അതാണ് ഇപ്പോൾ മാതാജി അറുത്തത്. വലിയൊരു അപരാധമാണ് മാതാജി ചെയ്തത്. വലിയൊരു അപരാധം. നമ്മൾ നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടി തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് രോഗം വരുന്നത്. പക്ഷേ ലോകമെമ്പാടും ഭഗവാന്റെ സന്ദേശം എത്തിക്കാനും കൂടുതൽ പേരെ ഭക്തിയിലേക്ക് ഉയർത്താനും വേണ്ടി ഊണും ഉറക്കവും കളഞ്ഞ് ഭക്ഷണത്തെക്കുറിച്ചും ചിന്തിക്കാതെ കിട്ടുന്ന ഭക്ഷണം എന്തായാലും അത് ഓക്കെ. എത്ര ദിവസം, എത്ര വർഷമാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? 19ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്, 73 വയസ്സാകുന്നു ഇപ്പം. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇത്രയും ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനും? ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാറ്റ് പോകും. ഒരു പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ജപമാല പോലും പിടിക്കത്തില്ല. ഈ 73ാമത്തെ വയസ്സിലും വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട്, ഞാനിപ്പം കുറച്ചു മുമ്പേ പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ ആശ്രമത്തിലെ ഒരു പ്രഭുജിയുടെ അനിയൻ്റെ കാര്യം. ഒന്ന് പാരലിസിസ് ആയി കഴിഞ്ഞാൽ വാ കോടിപ്പോവും, പിന്നെ സംസാരിക്കാൻ പോലും പറ്റത്തില്ല. ആ വായും വെച്ചുകൊണ്ട് പ്രഭാഷണം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര നിസ്സാരം കാര്യമാണ്. സാക്ഷാൽ ഭഗവാൻ പോലും നമസ്കരിക്കും ഇങ്ങനെയുള്ള വൈഷ്ണവന്റെ മുമ്പിൽ. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കൂ, പരംപൂജ്യ ജയപതാക സ്വാമി ഗുരു മഹാരാജ് ആരാണെന്ന് ദൈവീത നിസ്സാരമായിട്ട് പറയരുത്. എനിക്കതൊരിക്കലും സഹിക്കത്തില്ല. എൻ്റെ അച്ഛനാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ കാരണം. നിങ്ങൾ ഈ സത്സംഗം കേൾക്കുന്നത് അദ്ദേഹം അങ്ങനെ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം നോക്കി ഇരിക്കാനാണെങ്കിൽ നമ്മളിതൊന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനും അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുന്നത്. അദ്ദേഹം ചെയ്ത ത്യാഗമാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. അഹങ്കാരം കൊണ്ടോ സ്വയം പുകഴ്ത്തി പറയുന്നതല്ല. അതേ പാത പിന്തുടർന്നുകൊണ്ടല്ലേ നിങ്ങളും ഈ സത്സംഗം കേൾക്കുന്നത്. എനിക്കും എവിടെയെങ്കിലും കുത്തിയിരുന്നാൽ പോരെ? വൃന്ദാവനത്തിൽ ഈ ആശ്രമമൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഗുരുവായൂരിൽ ഈ ആശ്രമമൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടണമെന്ന് അറിയാം നിങ്ങൾക്ക്. ദയവ് ഇത് മനസ്സിലാക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ ആലോചിച്ച് സംസാരിക്കണം. അപരാധത്തിൽ നിന്നും നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. അപരാധങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പുറം ലോകത്തെ കർമ്മികളെക്കാട്ടി അതപ്പതിച്ചു പോകുന്നുണ്ട്. നമ്മളിപ്പോൾ പറയുന്നു നമ്മുടെ ബന്ധുക്കൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല, ഭക്തിയിൽ താല്പര്യമില്ല. അപരാധങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ താല്പര്യം കുറയും. ഭക്തിയിൽ ജപിക്കാൻ താല്പര്യം പോകും. ജപിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു, എല്ലാം പിന്നെ തീർന്നു. അതുകൊണ്ട് എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് വിഷമമായി. കുഴപ്പമില്ല, അടുത്ത സത്സംഗം നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.